ഈ ശബരിമലയുടെ പ്രശ്നം പറയുമ്പോഴത്തേന് 2018 നടന്ന വേറൊരു സംഭവം ഞാൻ പറയാം. അതായത് പാലക്കാട്, അതായത് നമ്മുടെ അട്ടപ്പാടിയിലുള്ള മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറെ ആൾക്കാർ കൂടി തല്ലിക്കൊന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അറിയുമോ? അവൻ മോഷ്ടിച്ചെന്ന് പറയുന്നു, കട്ടെന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിന് മാത്രം കട്ടത്? ഇല്ലേ മോഷ്ടിച്ചത് അവരുടെ വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ലാഞ്ഞിട്ട് ആദിവാസിയായിട്ടുള്ളൊരു പാവം പയ്യൻ, ആ പയ്യൻ കഴിക്കാൻ വേണ്ടി ആഹാരമാണ് മോഷ്ടിച്ചത്. ആ ആഹാരം മോഷ്ടിച്ചെന്നുള്ള കാരണത്താൽ അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടി അവനെ തല്ലിക്കൊന്നു. എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്നാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആര് സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന്? ഇതേ സമയത്ത് ഇപ്പം കേസ് വിധി വന്നു, കാര്യങ്ങളൊക്കെ ശരി തന്നെ. ആ 2018 2019 കാലത്താണ് ഈ ശബരിമലയിലെ സ്വർണം, ദ്വാരപാല ശില്പങ്ങളും മറ്റും മോഷണം പോയിട്ടുള്ളത്. അതേ സമയത്ത് അതിനകത്തുണ്ടായിരുന്നുള്ള ആർജവം എവിടെ പോയി? ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാർക്കൊക്കെ മോഷണമല്ല ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇപ്പൊ പുതിയതായിട്ട് വരുന്ന വാർത്തകളിലും മറ്റും കണ്ടിട്ടുള്ളത്, പിന്നെ കോട്ടയിൽ നിന്ന് വന്നിട്ടുള്ള, അതായത് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി അനുസരിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുള്ള വാതില്, പിന്നെ വാതിലിന്റെ കട്ടള, അങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്ത് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ പഴയ സാധനങ്ങൾ ആർക്ക് കൊണ്ട് കൊടുത്തു, എവിടെ കൊണ്ടാണ് ഇവർ കൊടുത്ത് വിറ്റ് കാശാക്കിയത്, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതാണ്. ഇപ്പൊ കോടതിയിൽ നിന്ന് പുതിയൊരു ടീമിനെയൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരി തന്നെ. അതേ സമയത്ത് ഈ പറയുന്ന ശബരിമലയിലോട്ട് ഇനി വരുന്ന ജനങ്ങളുടെ അടുത്ത് ഇവരെന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്? അതായത് വരുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ശബരിമലയിൽ ഉണ്ടായിരുന്ന ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണവും മറ്റും അത് പല ആൾക്കാർ കൊടുക്കുന്നതല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ പല ആൾക്കാർ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയായിരിക്കും കൊടുക്കുന്നത്. അത് ചിലപ്പോൾ 1 ഗ്രാം സ്വർണ്ണമാണെങ്കിലും, 1 പവനാണെങ്കിലും, 1 കിലോ സ്വർണ്ണമാണെങ്കിലും, ഇനി 1 രൂപയാണെങ്കിലും അവരുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമുണ്ട്, അത് നിറവേറ്റാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കുന്ന പണമാണ്. ആ പണം ഇങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കട്ടുമുടിച്ച് കൊണ്ടുപോകുമ്പോഴത്തേന് അത് നോക്കാനും അതിനെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനും വേറെ അന്യാധീനമായിട്ട്, അതായത് ബാക്കിയുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതെടുത്ത് ഉപയോഗിക്കാതിരിക്കാനാണ് ഈ പറയുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡെന്ന് പറയുന്ന വകുപ്പുകൾ ഒപ്പിക്കുന്നത്. ആ വകുപ്പിന് സർക്കാരിന്റെ വകുപ്പ് തന്നെയാണ്. അങ്ങനെയുള്ള വകുപ്പുകൾ വീഴ്ച വരുമ്പോൾ അത് സർക്കാരിനകത്ത് വരുന്ന വീഴ്ചകളല്ലേ? എന്തുകൊണ്ടാണ് ഈ സർക്കാരിനകത്തു നിന്നുള്ള ആൾക്കാർ ഇതിനകത്തൊന്നും പ്രതികരിക്കാൻ നിൽക്കാത്തത്? കാരണം ഇത് 7-8 വർഷം മുമ്പുള്ള ചില ആൾക്കാർ പറയുന്നു, ഞാൻ ഭരിച്ചപ്പോൾ അല്ല, ഇല്ലെങ്കിൽ ഞാൻ അവിടെ ദേവസ്വത്തിലെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അല്ല, സെക്രട്ടറി ആയിരുന്നപ്പോൾ അല്ല, ഇത് വേറൊരാൾ നിന്നപ്പോഴാണ്. ഈ പറയുന്ന ഇതിന് മുമ്പത്തെ, അതായത് 2018 കഴിഞ്ഞ് ഇത്രയും നാളും അത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അറിയാം അതിന് തൂക്കത്തിന്റെ കുറവുണ്ട്, അതിനകത്ത് സാധനം വ്യത്യാസമുണ്ട് എന്നറിയാം. അറിഞ്ഞിട്ടും അത് മിണ്ടായിരിക്കുമ്പോൾ അത് എവിടുത്തെ ന്യായമാണത്? ഈ പറയുന്ന ജനങ്ങളൊക്കെ ഇവരെയൊക്കെ എന്ത് വിശ്വസിച്ചാ നിൽക്കണ്ടേ? ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇനി വരുന്ന ആൾക്കാർ, അതായത് ഈ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിലോട്ട് ആരാധനയ്ക്കായിട്ട് വരുന്ന ആൾക്കാർ, അവര് വരുമ്പോഴത്തേന് ഈ അയ്യപ്പനെ ഇല്ലെങ്കിൽ എടുത്ത് മാറ്റി വേറെ വിറ്റെന്നോ, ഇല്ലെങ്കിൽ ഈ ദ്വയപാല ശില്പങ്ങളിലും മറ്റും കേടുപാട് സംഭവിച്ചെന്നും പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കി സ്വർണം പൂശിയിരുന്ന, ഇല്ലെങ്കിൽ പാളികൾ വെച്ചുണ്ടാക്കിയിരുന്ന സാധനങ്ങൾ അതിനകത്ത് ചെമ്പാണെന്നും പറഞ്ഞ് സാധനം പുറത്തു കൊണ്ടുപോയിട്ട് തിരിച്ച് പഴയതല്ല കൊണ്ടുവന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഈ സർക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഈ പറയുന്നത്? അത് മനസ്സിലാക്കണ്ടേ? കാരണം 9 വർഷമായിട്ട് തുടർഭരണം കിട്ടിയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ജനപ്രതിനിധികൾ പലരും ആയിരിക്കുമല്ലോ ഈ പറയുന്ന ശബരിമലയിലും മറ്റും, അതായത് ദേവസ്വം മന്ത്രി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഇങ്ങനെ ദേവസ്വം മന്ത്രി ആയിട്ടിരിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാ അപ്പൊ പറയുന്നത്. ഈ മാറി വരുന്ന സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഇല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 2018 കഴിഞ്ഞിട്ട് ഇത്രയും നാള് ആരൊക്കെ എന്തൊക്കെ വന്നു, എന്തൊക്കെ അവിടെ ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വിടണം. കാരണം ഈ പറയുന്ന ഒരു നമ്പൂതിരി മാത്രം, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ മാത്രമായിരിക്കത്തില്ലല്ലോ ഇതിന് പുറകെ, അതായത് ഉണ്ണികൃഷ്ണൻ മാത്രമാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്നേ പുറത്തു വന്നാണ്. അതേ സമയത്ത് ഇതിന് പുറകില് അവിടുത്തെ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾക്കാരോ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആൾക്കാരോ പിന്നെ അതിന്റെ കൂടെ കൂട്ടുപിടിച്ച ബാക്കി ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെല്ലാം പുറത്തു വരണം. അങ്ങനെയാണെങ്കിലല്ലേ ഈ കാര്യങ്ങൾ കറക്റ്റ്, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കോടതിയാണ് കേസ് എടുത്തത്. എന്നിട്ടും ചില ചാനൽ ചർച്ചകളിലും മറ്റ് വന്നിരുന്നിട്ട് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആൾക്കാർ വന്ന് പറയുക, അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളല്ല അന്വേഷിക്കുന്നത്, കോടതിയിൽ നിന്നാണ് അന്വേഷണം വന്നിരിക്കുന്നത്. കോടതിയിൽ നിന്ന് അന്വേഷണം വരാനുള്ള കാരണം എന്താ? കോടതി ഈ കാര്യം കള്ളത്തരം പോയിട്ടുണ്ട്, അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് അവർ മുന്നോട്ട് വന്നേക്കുന്നത് കേസുമായിട്ടും കാര്യങ്ങളുമായിട്ടും.
അന്വേഷിക്കാൻ ഇപ്പൊ ആൾക്കാർ വിടുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പറയുന്ന പാർട്ടിക്കാർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ പാർട്ടിയിലുള്ള പല ആൾക്കാരും പല കൊള്ളരുതായ്മകളും തെറ്റുകളും കാണിച്ചിട്ടുണ്ടായിരിക്കും. ശരി തന്നെ, അഴിമതി കാണിച്ചിട്ടുണ്ടായി, ശരിയായിരിക്കും എന്നും പറഞ്ഞ് ദൈവങ്ങളുടെ ഇതിപ്പം ഒരു സമുദായത്തിന്റെ മാത്രമല്ല, അത് മനസ്സിലാക്കണം. ഒരു സമുദായം മാത്രമല്ല അവിടെ വിശ്വാസികളായിട്ടുള്ളത്. ഇത് കേരളത്തിലുള്ളതാണെങ്കിലും ഇന്ത്യയിലുള്ളതാണെങ്കിലും പല ആൾക്കാരും വന്ന് അവർക്ക് ഒരു നേരം കണ്ടിട്ട് ദൈവത്തിനെ കണ്ട് ശബരിമല വന്നിട്ട് സ്വാമിയെ കണ്ടിട്ട് അവര് കുമ്പിട്ട് കൈകൂപ്പി പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തുള്ള വിശ്വാസം കൊണ്ടാണ് ഈ 40 ദിവസം വ്രതം എടുത്തിട്ടും മറ്റും വരുന്നത്. ഓരോ ആൾക്കാർ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ അവര് 7-10 ദിവസങ്ങളും മറ്റും അവർക്ക് യാത്രയെ തന്നെ ചെലവാക്കിയിട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? അവര് വരുന്നത് അവരുടെ വിശ്വാസം കൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് ഈ പറയുന്ന കേരളത്തിലുള്ള പല ആൾക്കാരും അവിടെ നിന്നുള്ള സ്വർണവും മറ്റും മുക്കി സ്വന്തം ആവശ്യങ്ങൾക്ക് ചെലവാക്കിയെന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? മനസ്സിലായില്ലേ? അതായത് ഈ പറയുന്ന ഈ വിഗ്രഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ദ്വയപാല ശില്പങ്ങളാണെങ്കിലും അതല്ല അമ്പലത്തിന്റെ വാതിലാണേലും കട്ടളയാണേലും അതൊക്കെ പഴയത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അതൊക്കെ കട്ട ആൾക്കാർ യഥാവധി ശിക്ഷ കൊടുക്കണം. അത് ശിക്ഷ എന്ന് പറയുമ്പോൾ അവര് പിന്നെ ശിക്ഷയായിട്ട് മാത്രമല്ല, അവരെവിടൊക്കെ പണം കൊണ്ടുപോയിട്ടുണ്ട്, എവിടുന്നൊക്കെ പണം മേടിച്ചു, ആരുടെ അടുത്തു നിന്നെല്ലാം പണം മേടിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ ഈ സാധനങ്ങൾ കൊണ്ട് കാഴ്ച വെച്ചിട്ടുണ്ട്, കാഴ്ച വസ്തു ആക്കിയിട്ടുണ്ട്, അത് എവിടൊക്കെ കൊണ്ട് കാഴ്ച വസ്തു ആക്കിയിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും വേണം. അത് മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരുടെ സ്വത്ത് കാര്യങ്ങൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് സ്വർണം പൂശാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അദ്ദേഹത്തിന് ഈ പറയുന്ന സ്വർണ്ണപാലകർ ദ്വയപാലകരുടെ ഇത് ശില്പത്തിനകത്ത് സ്വർണം പൂശാൻ അത്രയും സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും ഉണ്ടോ? ആ പുള്ളിക്കാരൻ എന്തായിരുന്നു ജോലി ഇതിനു മുമ്പ്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവരണം. അത് അന്വേഷിച്ചിട്ട് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് കൊടുത്തുവിടാൻ. അതല്ലാതെ ഇപ്പോൾ ഒരാൾ കയറി വന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടു എനിക്ക് ദ്വയപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശബരിമലയിലുള്ള ആൾക്കാരെടുത്ത് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇല്ല. അപ്പം ഇതിന്റെ പുറയിലുള്ള പല ആൾക്കാരുണ്ട്, പിടിക്കപ്പെടാൻ പറ്റാത്ത ആൾക്കാർ കാണും, അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ കോടതി കേസ് എടുത്തേക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ ചില വിശ്വാസങ്ങളുണ്ട്. അതായത് കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നും പറഞ്ഞിട്ടാണല്ലോ ആൾക്കാർ കോടതിയിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ രീതിക്ക് ജനങ്ങളെ, വിശ്വാസികളെയും മറ്റ് ജനങ്ങളെയും ഈ താഴ്ത്തിക്കെട്ടുന്ന ഈ ഭരണാധികാരികളുടെ ഈ കാണിക്കുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കോടതി കേസെടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് വിശ്വാസവും കാര്യങ്ങളും ഉണ്ട്. ഇത് തെളിയിക്കട്ടെ ഇനി. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ശ്രീകോവിലിന്റെ കട്ടിളയും ചെമ്പെന്ന് മഹസറിൽ. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത്. 2019 മെയ് 18 തയ്യാറാക്കിയ രേഖ 24 കിട്ടി. ഷബീദ് റാവുത്തർ തിരുവനന്തപുരം നിന്ന് ചേരുകയാണ്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീദ്. ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി മാത്രമല്ല, കട്ടിളപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 കൈമാറി എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വലിയ വാർത്തയായി പുറത്തു വന്നതാണ്. മാത്രമല്ല അതിലടക്കം ചില ദുരൂഹതകളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ അതിപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖ അത് 2019 മെയ് 18 ശബരിമലയിൽ തയ്യാറാക്കിയ രേഖയാണ്. അതിൽ അത് മഹസറാണ്. ആ മഹസറിലും ഈ ശ്രീകോവിൽ കട്ടിളയും ചെമ്പ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രേഖയിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടുള്ളതെന്നും ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടിടപ്പാളിയും നൽകിയത് എന്നുള്ളത് വലിയ വലിയ സ്വർണ്ണക്കവർച്ചയുടെ ആഴങ്ങൾ അത് മനസ്സിലാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇതടക്കമുള്ള രേഖകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച് ഇതിനോടകം തന്നെ കോടതിയിൽ റിപ്പോർട്ടായി കൈമാറിയിട്ടുണ്ട്. ഇവരുടെ പൂർണ്ണ റിപ്പോർട്ടിൽ ഈ മഹസറിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എസ് കെ.